നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ, ഒരു ഉന്മേഷത്തിന്. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഈ ചായക്കടയൊക്കെ തപ്പി ചായ കുടിക്കാൻ അന്വേഷിച്ച് നടക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു എളുപ്പ വഴി കണ്ടെത്തിയിരിക്കുകയാണ് തൃശ്ശൂർ സ്വദേശി അതുൽ. അതുലിന് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അതിലൊരു വളരെ മാജിക് കപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, ചായ വരും. അതെന്താണെന്നല്ലേ ആ ട്രിക്ക്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ അതുലിൻ്റെ സ്റ്റാർട്ടപ്പ് സംരംഭത്തിൻ്റെ പേരാണ് ചൂട് കാപ്പി കുടിക്കാൻ, ചൂട് ചായ കുടിക്കാൻ അതുലിൻ്റെ സ്റ്റാർട്ടപ്പ്. ഇനി ദൂരയാത്രയ്ക്ക് പോയാൽ ചായ കുടിക്കാൻ ചായക്കട അന്വേഷിച്ച് നടക്കണ്ട. പഞ്ചസാരയും ചായപ്പൊടിയും ഇല്ലാതെ ഒരു ഇൻസ്റ്റൻറ്റ് ചായ വേഗം കുടിക്കാം. അത്തരമൊരു ചായക്കപ്പുമായി എത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ 22-കാരനായ അതുൽ. ഹായ്, എൻ്റെ പേര് അതുൽ എന്നാണ്. എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. സോ ഇതാണ് എൻ്റെ ബ്രാൻഡ്. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ചൂടെന്നാണ്. ചൂട് ഇൻസ്റ്റൻറ്റ് ടീ കപ്പ്. അതുലിൻ്റെ ഈ നൂതന ആശയം വിപണിയിൽ വൈറലായിരിക്കുകയാണ്. കപ്പ് എടുക്കുക, ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കുക, ജസ്റ്റ് ഒരു ലെസ് ദാൻ ഒരു 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ പ്രൊഡക്റ്റായി. പേപ്പർ കപ്പിൽ ചായപ്പൊടിയും മധുരവും കപ്പിൻ്റെ അടിഭാഗത്ത് ചേർത്തിരിക്കുന്നതിനാൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചാൽ ഉടൻ തന്നെ ചായ തയ്യാറാവും. ഈ സ്റ്റാർട്ടപ്പ് സംരംഭത്തിൻ്റെ പേരാണ് ചൂട്. 2025 പ്രവർത്തനം ആരംഭിച്ച ഈ സംരംഭത്തിൽ ഇൻസ്റ്റൻറ്റ് കപ്പുകളാണ് നിർമ്മിക്കുന്നത്. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം. കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെല്ലാം ഒരു സൊല്യൂഷൻ ആയിരിക്കണം എന്നുള്ള ലെവലിലാണ് സാധനം ചെയ്തത്. അപ്പോൾ ഇപ്പം എൻ്റെ മാർക്കറ്റായിട്ടുള്ള ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ കൺസ്യൂമേഷൻ ഓഫ് ടീ ഓർ കോഫി വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഇത് ഇറക്കുന്നത്. ഇങ്ങനൊരു സംരംഭം കേട്ടപ്പോൾ ആദ്യം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, നമ്മൾ പുറമേക്ക് പോകുമ്പോഴായാലും കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളേരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കണം തോന്നിയാലും കൂടി കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിൽ ഇരിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് എന്താ പറയുക യൂസ്ഫുള്ളാണ്. ഗ്ലാസുകൾ എടുക്കുക, അതിലൽപ്പം ചൂടുവെള്ളം ഒഴിക്കുക, രുചിയുള്ള ചായയും കാപ്പിയും എല്ലാം റെഡി. വ്യത്യസ്തമായ രുചികളിൽ ചായയും കാപ്പിയും ലഭിക്കും. സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാവർക്കും അവിടുത്തെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക വൃത്തി എന്നുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും ബോധേഡാണ്. സോ ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണ് ഇതെല്ലാം. സോ ചൂടുവെള്ളം കിട്ടുക എന്നുള്ളതാണ് ആകെ ഒരു കാര്യം. എന്തെങ്കിലും വ്യത്യസ്തമായൊരു സംരംഭം തുടങ്ങണമെന്ന ചിന്ത മനസ്സിൽ കൊണ്ടുനടന്ന അതുൽ 20-ാം വയസ്സിലാണ് ഇതിനുള്ള തുടക്കമിട്ടത്. അമ്മ രതിയും അച്ഛൻ മുരളിയും സഹോദരി അനഘയും പിന്തുണച്ചതോടെ അതുലിൻ്റെ സ്റ്റാർട്ടപ്പ് പിറന്നു. നമുക്കിപ്പോൾ ഉപയോഗം വരുന്നത് ഓഫീസുകൾ, IT ഓഫീസുകൾ, ഹോസ്പിറ്റലുകൾ, പിന്നെ ട്രാവൽ സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ, അതിപ്പോൾ ഗ്രൂപ്പ് പാക്കേജസ്, പിന്നെ ബസ്സുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പിന്നെ ബാങ്കുകൾ, അങ്ങനെ കോർപ്പറേറ്റ് ഓഫീസുകൾ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമുക്കിവിടെ യൂസ്ഫുള്ളാണ്. ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ചായ വിൽക്കുന്നയാൾ വെള്ളവും തേയിലയും എല്ലാം കൂട്ടിച്ചേർക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാണ് അതുലിൻ്റെ മനസ്സിൽ പുത്തൻ ആശയം ഉദിച്ചത്. പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആ സംരംഭം സ്വയം അതുൽ വികസിപ്പിച്ചെടുത്തു. സാധാരണ എല്ലാവർക്കും ഈ എളുപ്പപ്പണി അല്ലെങ്കിൽ എളുപ്പമാർഗം അന്വേഷിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്കധികം ഇരട്ടിപ്പണിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട ടൈമും വേസ്റ്റ് ഇല്ല, നമുക്ക് വേഗം വേഗം ആയി കിട്ടുന്നുണ്ട്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് ഫ്ലേവേഴ്സ് എല്ലാം പല സ്ഥലത്തു നിന്നാണ് വരുന്നത്, എല്ലാം ഒരു സ്ഥലത്തു നിന്നല്ല. സോ നമ്മൾ ക്വാളിറ്റി ബേസിലാണ് നമ്മൾ എടുക്കുന്നത് പ്രൊഡക്റ്റ് എല്ലാം. സോ ബെറ്റർ ക്വാളിറ്റി എവിടെ നിന്നാണോ അവിടെ നിന്നാണ് നമ്മൾ എടുക്കാറ്. പിന്നെ പേപ്പർ കപ്പെല്ലാം ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തോളം ഇൻസ്റ്റൻറ്റ് കപ്പുകളെക്കുറിച്ചും അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും പഠിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ 2025
ഇൻസ്റ്റൻറ്റ് ടീ കപ്പുകൾ യാഥാർത്ഥ്യമായി. നമുക്ക് നമ്മുടെ ചൂടിൻ്റെ ഇൻസ്റ്റൻറ്റ് ടീ കപ്പിന് ഒരു 8 റുപ്പി തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 8-9 എന്നുള്ളതിലാണ് സ്റ്റാർട്ടിങ്. 8-9 10 എന്നൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പേപ്പർ കപ്പുകൾക്കടിയിൽ ചായയ്ക്ക് വേണ്ട തേയിലയും മധുരവും എല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെക്കും. അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈ പാക്കറ്റ് പൊട്ടി ഫ്ലേവറുകൾ പുറത്തു വരും. അത്തരത്തിലാണ് രുചിയുള്ള ചായയും കാപ്പിയും എല്ലാം ലഭിക്കുന്നത്. ചായയും കാപ്പിയും ഗ്രീൻ ടീയും ചുക്ക് കാപ്പിയും എല്ലാം ശ്രദ്ധേയമായതോടെ പുതിയ ഫ്ലേവറുകൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് അതുൽ. സാധാ കട്ടൻ കാപ്പി മുതൽ കപ്പിച്ചിനോ വരെ ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലാണ് അതുൽ കപ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു പ്രീമിയം ഡ്രിങ്ക് അവൈലബിൾ ആണ്. ഒരു കാപ്പിച്ചിനോ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ആസ് നോർമൽ നമ്മൾ ഒരു 70 ml കപ്പ് തൊട്ട് ഒരു 350 ml കപ്പ് വരെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ ചേർത്ത് തയ്യാറാക്കാവുന്ന കപ്പുകളും വർക്കൗട്ട് ചെയ്യുന്നവർക്കായി പ്രീ വർക്കൗട്ട് കാപ്പികളും കൂടുതൽ ഫ്ലേവറുകളുമാണ് അടുത്തതായി ലക്ഷ്യമിടുന്നത്. പ്രൊഡക്ഷൻ സംവിധാനം നമുക്ക് ടീ കപ്പ് മേക്കിംഗ് മെഷീൻസ് ഉണ്ട്. പിന്നെ അതുമ്പോൾ തന്നെ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള ലെവലിലേക്ക് ഔട്ട്കം വരുന്ന ലെവലിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു കടയിൽ തുടങ്ങിയ സംരംഭം വളർത്തുന്നതിൻ്റെ തിരക്കിലാണ് അതുൽ. കൊച്ചു കടയിൽ നിന്ന് വലിയൊരു ഷോപ്പിലേക്ക് മാറുക എന്ന ദൗത്യത്തിന് അരികിലാണ് ഈ ചെറുപ്പക്കാരൻ. അതിന് സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പരിപൂർണ്ണ പിന്തുണയുണ്ട്. എല്ലാ ആശയങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ചൂട് സംരംഭത്തിലെ ചേച്ചിമാരാണ് അതുലിൻ്റെ ശക്തി. ഒരു ഇൻട്രസ്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ഉണ്ടാക്കണതും നമുക്ക് അത് സെയിലായി പോണതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ അതും ഒരു എന്താ പറയുക, മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകൾ എല്ലാവരിലേക്ക് എത്തണതും അവർ നമ്മൾ കേട്ടറിഞ്ഞു വരുന്നതും. പേപ്പർ ഗ്ലാസുകൾ ക്രമീകരിക്കാനും ഫ്ലേവറുകൾ കൃത്യമായി രേഖപ്പെടുത്താനും പാക്ക് ചെയ്ത് വേർതിരിക്കാനുമൊക്കെ അതുലിനെ സഹായിക്കുന്നത് ഇവരാണ്. സ്ഥാപനത്തിൻ്റെ വളർച്ച അവരെയും സന്തോഷിപ്പിക്കുന്നു. ഓർഡർ കൊടുത്തവരോട് ഫീഡ്ബാക്ക് പറയുമ്പോൾ അവർ നല്ലൊരു അഭിപ്രായമാണ് പറയണത്. ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം പിടിച്ചതിന് ഞങ്ങൾക്ക് അവർ നേരിട്ട് വന്നവന് എന്താ പറയുക കെട്ടിപ്പിടിച്ച് അത്രയും നല്ലൊരു ഫീഡ്ബാക്കാണ്. അതുലിനെ സംബന്ധിച്ച് അവൻ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയാണ്. ഇത്രയും ചെറിയ കുട്ടി അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ളൊരു കുട്ടി ഇങ്ങനെ ചെയ്തു, അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളാവുന്നൊരു പ്രൊഡക്റ്റ് തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയുക ആകാംക്ഷയും പിന്നെ സന്തോഷവും ഒക്കെ ഉണ്ട്. ബിസിനസ്സിലെ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുന്നവർക്ക് പ്രചോദനമാവുകയാണ് ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.